പാലക്കാട് എലപ്പുള്ളിയിൽ ഭൂമി തരം മാറ്റാൻ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് നൽകിയ അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളി. എലപ്പുള്ളിയിലെ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയാണ് പാലക്കാട് RDO തള്ളിയത്. എന്നാൽ കൃഷിഭൂമി ഒഴിവാക്കിയാണ് സർക്കാരിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അനുമതി ലഭിച്ചതെന്നും ഒയാസിസ് കമ്പനി വിശദീകരിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമിയാണ് ഒയാസിസ് കമ്പനിക്കുള്ളത്. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഈ ഭൂമി തരം മാറ്റി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷയാണ് പാലക്കാട് RDO തള്ളിയത്. ജനുവരി 24-നാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. ഒയാസിസ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എലപ്പുള്ളി കൃഷി ഓഫീസർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഒയാസിസ് തരംമാറ്റം ആവശ്യപ്പെട്ട ഭൂമിയിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം അനുമതി നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ 4 ഏക്കറിൽ കൃഷിയല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും നിർദ്ദേശിച്ചു. എന്നാൽ മദ്യനിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സർക്കാർ സമർപ്പിച്ച മാസ്റ്റർ പ്ലാനിൽ കൃഷിഭൂമി ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഒയാസിസ് കമ്പനി വിശദീകരിച്ചു. സർക്കാരിന് നൽകിയ അപേക്ഷയിൽ കൃഷിസ്ഥലം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കമ്പനി അധികൃതർ പറയുന്നു. അതേസമയം ചട്ടങ്ങൾക്കനുസരിച്ചാണ് എക്സൈസ് അനുമതി നൽകിയതെന്നും ഡീലെന്ന ആരോപണം പൊളിഞ്ഞെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിരിക്കും എന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ, ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞുപോയി എന്നുള്ളത്. ഇവർക്കെന്തോ വഴിവിട്ടാണ് കൊടുത്തത് എന്നും ഇത് ഡീലാണ് എന്നും ഒക്കെ പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയില്ലേ. ആ സർക്കാർ ഉത്തരവിൽ പറഞ്ഞതുപോലെ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ്. കമ്പനി വാങ്ങിയ 24 ഏക്കർ ഭൂമിയിൽ 5 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 4 ഏക്കർ ഭൂമിക്ക് തരം മാറ്റാനുള്ള അപേക്ഷ തള്ളിയതോടെ സമീപത്ത് വേറെ ഭൂമി വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് ഒയാസിസ്. ന്യൂസ് മലയാളം, പാലക്കാട്.